എല്ലാവർക്കും നമസ്തേ. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ആധാരം സംഘപരിവാർ സഹയാത്രികനും സർവോപരി രാഷ്ട്ര സ്നേഹിയുമായ ശ്രീ ജിതിൻ കെ ജേക്കബ് എന്ന എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ജിതിൻ കെ ജേക്കബ് എന്ന ആളുമായി എനിക്ക് വ്യക്തിപരമായി ഒരു ബന്ധവുമില്ല. അദ്ദേഹവുമായി ഞാൻ ഫോണിലും സംസാരിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട്, വളരെ ഗഹനമായി അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇത്രയും സൂക്ഷ്മമായി ഏതൊരു കാര്യത്തെക്കുറിച്ചും ആലോചിച്ച് പോസ്റ്റ് ഇടുന്ന ഒരു വ്യക്തി സത്യത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ വേറെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത്രമാത്രം പഠിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ എല്ലാം തന്നെ. നിങ്ങൾക്കും ഫേസ്ബുക്കിൽ അത് പരിശോധിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാകും. രാഷ്ട്രീയമല്ല രാജ്യമാണ് പ്രധാനം എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ചിലത് പറയാതെ വയ്യ. ഇത് നാണക്കേടാണ് അമിത്ഷാ, ഇത് കഴിവുകേടാണ്. ജനങ്ങൾ നിങ്ങളിൽ അർപ്പിച്ച വിശ്വാസം നിങ്ങൾ കളഞ്ഞു കുളിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ താങ്കൾ വലിയ പരാജയമാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ എന്നത് എത്രത്തോളം ദുർബലമാണെന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പുറത്തുവരുന്ന ഓരോ വാർത്തകളും തെളിയിക്കുകയാണ്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ ഹരിയാനക്കാരിയെക്കുറിച്ചുള്ള കഥകളാണല്ലോ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ സ്ത്രീ പാകിസ്ഥാൻ എംബസിയുമായി നിരന്തരം ബന്ധപ്പെടുന്നതും പാകിസ്ഥാനിലും ചൈനയിലുമൊക്കെ പലതവണ യാത്രകൾ ചെയ്തിരുന്നതുമൊന്നും കേന്ദ്ര ഏജൻസികൾ ഇത്രയും കാലം അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേട്. ദേശീയ അന്വേഷണ ഏജൻസിയെ ടാഗ് ചെയ്ത് ഒരു സാധാരണക്കാരൻ ഈ സ്ത്രീയുടെ നീക്കങ്ങൾ സംശയം ജനിപ്പിക്കുന്നതാണെന്ന് ഒരു കൊല്ലം മുൻപ് ട്വീറ്റ് ചെയ്തത് ഇപ്പോൾ വൈറലാണ്. ഒരു സാധാരണക്കാരന് തോന്നിയ സംശയം പോലും കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികൾക്ക് തോന്നിയില്ലല്ലോ. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും തട്ടകമായ ഗുജറാത്തിൽ നിന്ന് ഏകദേശം 1200ഓളം അനധികൃത ബംഗ്ലാദേശികളെ പിടികൂടിയെന്ന വാർത്ത തന്നെ ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. ഇവരെ പിടികൂടിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് എന്നോർക്കണം. ഗുജറാത്തിൽ നിന്ന് 1200 പേരെ പിടികൂടിയെങ്കിൽ ബംഗാളിലും ആസാമിലും കേരളത്തിലുമെല്ലാം എത്ര ലക്ഷം ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കൂ. പാക് യുവതിയെ വിവാഹം ചെയ്തത് മറച്ചുവെച്ച CRPF ജവാനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട വാർത്ത ഈയിടെ പുറത്തു വന്നു. പാക് യുവതിയെ വിവാഹം ചെയ്ത കാര്യം മറച്ചുവെച്ചതും പാകിസ്ഥാനിൽ നിന്ന് ആ യുവതി ഇന്ത്യയിലെത്തിയതും വിസ കാലാവധി കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ താമസിച്ചതുമൊന്നും നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അറിഞ്ഞതേയില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് നമ്മുടെ ആളുകൾ ഇതൊക്കെ അറിയുന്നത് തന്നെ. ഭരണകക്ഷി MP തന്നെ പറയുന്നു, 5 ലക്ഷം പാകിസ്ഥാനി സ്ത്രീകൾ ഇന്ത്യക്കാരെ വിവാഹം കഴിച്ച് പാകിസ്ഥാൻ പൗരത്വം ഉപേക്ഷിക്കാതെ ഇന്ത്യയിൽ കഴിയുന്നുവെന്ന്. പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണമായ സുരക്ഷാ വീഴ്ചകളും രാജ്യത്തിനാകമാനം നാണക്കേടുണ്ടാക്കുന്നതാണ്. ഭീകരാക്രമണം കഴിഞ്ഞ് ഏകദേശം 1 മാസമാകാൻ പോകുന്നു. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആക്രമണം നടത്തിയ ഭീകരർ കാണാമറയത്ത് തന്നെയാണ്. ഭീകരർക്ക് എത്രത്തോളം ലോക്കൽ സപ്പോർട്ട് കിട്ടുന്നു എന്നാലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നത് തന്നെ പരാജയമല്ലേ. കേന്ദ്ര സർക്കാർ ജീവനക്കാർ പോലും ആഗോള ഭീകര സംഘടനകളെ വെള്ളപൂശി സോഷ്യൽ മീഡിയയിലും തെരുവിലുമൊക്കെ ഇറങ്ങുമ്പോൾ അതൊക്കെ നിസ്സാരവൽക്കരിച്ച് കണ്ടില്ല എന്ന് നടിച്ചതിൻ്റെ ഫലമാണ് ഇതൊക്കെയായിട്ടും കേന്ദ്ര സർക്കാർ പാഠം പഠിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ തകർത്ത സംഭവത്തിൽ ചൈനയ്ക്കും പാകിസ്ഥാനും അനുകൂലമായി വാർത്തകൾ സൃഷ്ടിച്ച ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കെതിരെ എന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്? പാകിസ്ഥാനും ചൈനയ്ക്കും അനുകൂലമായി വ്യാജ വാർത്തകൾ കൊടുത്ത ഒരു മലയാളം യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസത്തേക്ക് ഇന്ത്യയിൽ മാത്രം നിരോധിച്ചു. ഇപ്പോൾ വീണ്ടും ആ ചാനൽ പ്രവർത്തിക്കുന്നു.
രാഹുൽ ഗാന്ധിയെ രാജ്യം പിന്തുണയ്ക്കാത്തത് അയാളുടെ ഉദ്ദേശശുദ്ധി എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് മാത്രമാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലുമായിരുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെങ്കിൽ കാര്യങ്ങൾ ഇതുപോലെയാകുമായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞാൽ അത് പാകിസ്ഥാന് സഹായകരമാകും എന്നുകൂടി കണക്കിലെടുത്താണ് ഇക്കാര്യം കൂടുതൽ ചർച്ചയാകാത്തത്. ലോകത്തുള്ള എല്ലാ അഭയാർത്ഥികൾക്കും അഭയം നൽകാൻ ഇന്ത്യ ധർമ്മശാലയല്ലെന്ന് സുപ്രീം കോടതിയുടെ വിധി ഇന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുടെ വീഴ്ചകളുടെ കാരണം കോടതി വിധികൾ ആണെന്ന് ആരോപിക്കാനും പറ്റില്ല. ഇനിയൊരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമോ? നമ്മുടെ ആഭ്യന്തര സുരക്ഷയുടെ വീഴ്ചകൾ കൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ നമ്മുടെ വീഴ്ചകൾ മുതലെടുത്ത് ഭീകരാക്രമണം ഉണ്ടായിട്ട് തിരിച്ചടി നടത്തുന്നതിൽ കാര്യമില്ല. സാധാരണക്കാർക്ക് പോലും ഇന്ത്യക്കെതിരെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നിട്ടും അന്വേഷണ ഏജൻസികൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ എന്തൊരു നാണക്കേടാണ്. സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും തെരുവുകളിലുമെല്ലാം രാജ്യവിരുദ്ധമായ പ്രവൃത്തികളും വ്യാജ പ്രചരണങ്ങളും നടക്കുന്നതൊന്നും ആഭ്യന്തര വകുപ്പ് അറിയുന്നില്ലേ? ഇതൊക്കെ ചെയ്യുന്നവർ രാജ്യത്തിനകത്ത് സ്വതന്ത്രമായി വിഹരിക്കുന്നുവെങ്കിൽ അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമല്ലേ? കേന്ദ്ര സർക്കാർ ശമ്പളം വാങ്ങുന്നവർ പോലും ആഗോള ഭീകര സംഘടനകൾക്ക് വേണ്ടി പരസ്യമായി കണ്ണുനീർ പൊഴിക്കുന്നത് കണ്ടിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയാത്തത്ര ദുർബലമാണ് നമ്മുടെ സംവിധാനങ്ങൾ. ഇന്ത്യക്കുള്ളിലിരുന്നു കൊണ്ട് പരസ്യമായി തന്നെ ഭീകരതയ്ക്കും ഇന്ത്യാവിരുദ്ധതയ്ക്കും പിന്തുണ കൊടുക്കുന്നവരെ അടിച്ചമർത്താൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് അതിർത്തി കടന്നു വരുന്ന ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ കഴിയുക? ഒന്നെങ്കിൽ ആഭ്യന്തരമന്ത്രി അത്രയ്ക്കും ദുർബലനാണ്, അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല എന്ന് തുറന്നു പറയേണ്ടി വരും. എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇതാണ് സത്യം. ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ വലിയൊരു പൊളിച്ചെഴുത്ത് രാജ്യത്ത് ആവശ്യമാണ്. ഇനിയും പഴയതുപോലെ അഴകുഴമ്പൻ നിലപാട് തുടർന്നാൽ രാജ്യം അതിന് വീണ്ടും കനത്ത വില നൽകേണ്ടി വരും എന്നതിൽ ഒരു സംശയവും ഇല്ല. നമുക്കെല്ലാം പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി ശ്രീ അമിത്ഷായുടെ പ്രവർത്തനത്തെക്കുറിച്ചാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ പോസ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലായി കാണും. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതിലും 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ അതിലുപരി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വാദഗതികളെയെല്ലാം ഞാൻ പൂർണ്ണമായും 100% പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോട് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അടുത്ത കാലത്തുള്ള ചില ഈ സുപ്രീം കോടതി ഇടപെടലുകൾ തന്നെ നമ്മളൊന്ന് ചിന്തിക്കുക. ഞാനിത് പറയാൻ കാരണം നമ്മൾ പൊതുജനങ്ങൾ ഈ ശ്രീ ജിതിൻ്റെ ഈ പോസ്റ്റും സുപ്രീം കോടതി വിധികളും രാജ്യത്ത് നടക്കുന്ന ചില സംഭവ വികാസങ്ങളും എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യം ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ശ്രീ ജിതിൻ്റെ ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചെയ്യുന്നത്. ആദ്യമായി ഞാൻ പറയട്ടെ, നമ്മളുടെ എല്ലാം മുന്നിൽ അദ്ദേഹം ചോദിച്ച ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ ആഭ്യന്തരമന്ത്രി അത്രയ്ക്ക് ദുർബലനാണ്, അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല എന്ന് തുറന്ന് പറയേണ്ടി വരും. ഇത് പറയാൻ കാരണം രാജ്യത്തിനെതിരായിട്ട് ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരുൾപ്പെടെ മാധ്യമപ്രവർത്തകരുൾപ്പെടെ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും അതിനെ പ്രതിരോധിക്കാനോ തടയാനോ ഉള്ള കഴിവ് നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കില്ലേ എന്നുള്ള ഒരു സംശയം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ശരിയാണ്, അദ്ദേഹത്തിന് കഴിവുണ്ട്. പക്ഷേ നമ്മുടെ ഈ രാജ്യത്തെ കോടതികൾ ഇതിനെതിരാണ്.
അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഒന്നല്ല രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം, ബാക്കിയൊക്കെ നിങ്ങൾ വാർത്തകളിലൊക്കെ വായിക്കുന്നതാണ്. ഒന്ന്, നമ്മുടെ കേരളത്തിലെ ഒരു ചാനലുണ്ട്, വാർത്താ ചാനൽ, മാധ്യമം പത്രത്തിൻ്റെ ചാനൽ മീഡിയ വൺ. അവരെ ദേശവിരുദ്ധ പ്രവർത്തനം തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും വളരെ മോശമായി കാണിക്കുന്നതിന് വേണ്ടി വ്യാജ വാർത്തകൾ ചെയ്തു കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട്. ആ വാർത്തയെ അടിസ്ഥാനമാക്കി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ വരെ ഇന്ത്യക്കെതിരായിട്ട് പ്രശ്നം ഉന്നയിച്ചു. ഇത് കാരണം കേന്ദ്ര സർക്കാർ ഇതിനെ നിരോധിച്ചു. ഈ ചാനലിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്തു, പുതുക്കി കൊടുത്തില്ല. തുടർന്ന് നടന്ന എന്താണ് സംഭവിച്ചത്? കേരള ഹൈക്കോടതിയും അത് കേന്ദ്ര സർക്കാരിൻ്റെ ആ നടപടികളെ ശരിവെച്ചെങ്കിലും സുപ്രീം കോടതി എന്താണ് ചെയ്തതെന്നുള്ളത് കാര്യം നമ്മൾ ആലോചിക്കണം. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സുപ്രീം കോടതി ആ കേന്ദ്ര സർക്കാരിൻ്റെ ആ തീരുമാനത്തെ പുഷ്പം പോലെ വലിച്ചെറിയുകയാണ് ചെയ്തത്. ഈ മാധ്യമത്തിൻ്റെ ആ ലൈസൻസ് റദ്ദാക്കിയ നടപടി സുപ്രീം കോടതി റദ്ദ് ചെയ്തു. അപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയോ പ്രധാനമന്ത്രിയുടെ പ്രശ്നമാണോ, കുഴപ്പമാണോ? അല്ല, സുപ്രീം കോടതിയാണ് ഇതിന് കാരണം. അവർക്ക് അന്നേരം സുപ്രീം കോടതി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതി ഈ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റിൻ്റെ അധികാരം പോലും കവർന്നെടുക്കുന്ന നടപടികളാണിപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരൊരു സൂപ്പർ പവറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഭരണം, ഈ അധികാരം അവർക്ക് തലയ്ക്ക് പിടിച്ച ഒരു രീതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഈ മുൻകാലങ്ങളിലുള്ള ജഡ്ജിമാരുടെ ഓരോ ജഡ്ജ്മെൻറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ 142 എന്നുള്ള ഒരു വകുപ്പാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവർക്ക് ഈ അധികാരം പിടിച്ചടക്കാനോ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളുടെ നടപടികളോ അല്ലെന്നുടെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളോ മറികടക്കാനായിരുന്നില്ല ഭരണഘടന ശില്പികൾ ഈ നിയമം ഉണ്ടാക്കി വെച്ചത്. പക്ഷേ അത് സുപ്രീം കോടതി ദുരുപയോഗം ചെയ്ത് ഭരണത്തിൽ കൈകടത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഇത് കാരണമാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പല നടപടികളും പരാജയപ്പെട്ടു പോകുന്നത്. അല്ലാതെ അമിത്ഷാ കഴിവില്ലാത്ത ആളോ അമിത്ഷായ്ക്ക് അതിൽ പരാജയപ്പെട്ടതോ അല്ല. അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം, ദ വയർ എന്ന ഒരു പ്രസിദ്ധീകരണം തീർത്തും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള, ഈ മീഡിയ വൺ പോലെ തന്നെ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് ദ വയർ. അവരെന്ന് നിരന്തരം ഇന്ത്യക്ക് എതിരായിട്ടാണ് അവർ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മേധാവി ഭരതരാജൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. സുപ്രീം കോടതിയാണ് അയാൾക്കെതിരായിട്ടുള്ള കേസുകൾക്ക് എല്ലാം ഇത് ചെയ്തുകൊണ്ട് അയാൾക്ക് സഹായകരമായിട്ട് അയാൾക്ക് ജാമ്യം കൊടുത്തു. അപ്പോൾ ഇന്ത്യയിലൊരു രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ് ഈ ആരാണേലും, ഇപ്പം ഞാനാണേലും ഈ പോസ്റ്റിട്ട ജിതിൻ കെ ജേക്കബ് ആണെങ്കിലും ഒരു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ അതിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്താൽ നമ്മൾ സുപ്രീം കോടതി പോയാൽ സുപ്രീം കോടതി എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നമുക്ക് അനുകൂലമായിട്ടാണ്, രാഷ്ട്രത്തിൻ്റെ ഹിതത്തിന്, രാഷ്ട്ര സുരക്ഷയെപ്പോലും ബാധിക്കുന്നതാണെങ്കിലും സുപ്രീം കോടതി മനുഷ്യാവകാശ അതും ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്കനുകൂലമായിട്ട്, രാഷ്ട്രഹിതത്തിനെതിരായിട്ടും നമുക്കനുകൂലമായിട്ടും വിധി പുറപ്പെടുവിക്കുന്നത്. അതാണ് മീഡിയ വണ്ണിൻ്റെയും വയറിൻ്റെ ഭരതരാജൻ്റെ ഒക്കെ കേസുകൾ ഉൾപ്പെടെ സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലെ നിരവധി കേസുകളാണ് നടക്കുന്നത്. അവർക്കന്നേരം പറയാൻ പല കാര്യങ്ങളുമുണ്ട്. സത്യത്തിൽ ഈ സുപ്രീം കോടതിയെ നിയന്ത്രിക്കുന്നതിന് കപിൽ സിബലിനെ പോലുള്ള ചിലരാണ്. അവരാണ് സൂപ്പർ ചീഫ് ജസ്റ്റിസ് കപിൽ സിബൽ. അയാൾ തികച്ചും രാജ്യവിരുദ്ധൻ തന്നെയാണ്. അയാളാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അയാളെ ഭയമുള്ളതുകൊണ്ട്. കാരണം അയാൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി അല്ല, ചീഫ് ജസ്റ്റിസ് ആയാൽ പോലും അയാൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അവർക്കെതിരെ
കൊണ്ടുവരും. അതിന് നല്ല ഉദാഹരണമാണ് നമ്മുടെ രഞ്ജൻ ഗൊഗോയ്. അദ്ദേഹം അയോധ്യ വിഷയത്തിൽ ഒരു ഈ കപിൽ സിബലിന് താല്പര്യമില്ലാത്ത, അയാൾ ജിഹാദികളുടെ ആളായതുകൊണ്ട് ഈ രാമജന്മഭൂമി വിഷയത്തിൽ രാം മന്ദിറിനെതിരായിട്ട് ഹിന്ദു സമൂഹത്തിനെതിരായിട്ട് നിലപാടെടുത്തു. പക്ഷേ അതിന് വിരുദ്ധമായ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഈ കപിൽ സിബൽ എന്താണ് ചെയ്തത്? അന്നത്തെ ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹത്തെ നാണം കെടുത്താൻ ശ്രമിച്ചു. അതേപോലുള്ള ലോബിയാണ് സുപ്രീം കോടതിയെ ഭരിക്കുന്നത്. ഈ ഭയമാണ് പല ജഡ്ജിമാർക്കുമുള്ളത്. അതിലുപരിയായിട്ട് അതോടൊപ്പം തന്നെ ഈ പല ജഡ്ജിമാരും JNUവിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. JNU എന്താണെന്ന് നമുക്കറിയാം. രാഷ്ട്രവിരുദ്ധ ശക്തികൾ, ചൈന പക്ഷപാതികൾ, കമ്മ്യൂണിസ്റ്റുകൾ, അവർ ഭരിക്കുന്ന ഒരു സ്ഥാപനമാണ് JNU. അടുത്ത കാലം വരെ നിലനിന്നിരുന്നത് അങ്ങനെ തന്നെയാണ്. അതിൽ കൂടി വരുന്നവരാണ് പലരും നമ്മുടെ ജഡ്ജിമാരായിട്ടുള്ളത്. അത്തരക്കാർ സ്വാഭാവികമായിട്ടും അവരുടെ കുഴപ്പമല്ല, അവർക്ക് കിട്ടിയ ശിക്ഷണം അതേ രീതിയിലായതുകൊണ്ട് അവർ മറ്റൊന്നും നോക്കാതെ അവരുടെ ആ മനോനില അനുസരിച്ചുള്ള ജഡ്ജ്മെൻറ്റുകളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മീഡിയ വൺ പോലുള്ള മാധ്യമങ്ങൾക്കെതിരായിട്ടും വരദരാജനെതിരായിട്ടുമുള്ള കേസുകൾ വന്നപ്പോൾ ഈ രീതിയിൽ രാജ്യ താല്പര്യത്തിന് ഉപരിയായിട്ട് ഇതേപോലുള്ള ഈ മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ്, മനുഷ്യ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഇത്തരം വിധികൾ വരാൻ കാരണം ഈ എത്ര കഴിവുള്ള ഒരു ആഭ്യന്തരമന്ത്രിയാണ് കേന്ദ്രം ഭരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസ് അല്ല ഇപ്പോൾ ഭാരതം ഭരിക്കുന്നത്. ദേശസ്നേഹികളും ഈ ഭാരതമാണ് എൻ്റെ ജന്മഭൂമി എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരുടെ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് ഇവർക്കൊന്നും സഹിക്കാത്തത്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇതേപോലുള്ള പ്രശ്നങ്ങളൊന്നും ഒരു കോടതികളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അവരെ വരിഞ്ഞു മുറുക്കുന്ന ഒരു പ്രശ്നങ്ങളും, അവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രശ്നങ്ങളും ഇതിനു മുമ്പ് കോൺഗ്രസിൻ്റെ ഭരണത്തിൽ ഈ ഒരു കോടതികളിൽ നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ രാജ്യമാണ് എനിക്ക് എൻ്റെ ജീവനേക്കാൾ വലുത് എന്ന് ചിന്തിക്കുന്ന ദേശീയവാദികളുടെ ഭരണം വന്നതിന് ശേഷമാണ് കോടതികൾ പോലും അതിനെതിരായിട്ട് ആ സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എത്രമാത്രം ദേശസ്നേഹമോ എത്രമാത്രം കഴിവോ ഉണ്ട് എങ്കിൽ പോലും ഇതേപോലുള്ള നിലപാടുകളും ഇതേപോലുള്ള വിധികളും കോടതികളിൽ നിന്ന് വന്നാൽ ഈ ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാർക്കാട്ട്, പ്രധാനമന്ത്രിക്കാട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് നമ്മുടെ ഭരണഘടനാ ശില്പികൾ അന്ന് നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് അറുതി ഉണ്ടാകണമെന്ന് കരുതി എഴുതി ചേർത്ത 142-ാം വകുപ്പാണ് ഈ കോടതികളെല്ലാം ഈ പാർലമെൻറ്റിനെയായിട്ട്, എക്സിക്യൂട്ടീവിനായിട്ട് ഇതിനെയെല്ലാം മറികടക്കാനായിട്ട് അവരുടെ അമിതാധികാരം ഉപയോഗിക്കാനായിട്ട്, ഈ ഭരണത്തിൽ കടന്നു കയറാനായിട്ട് ഈ സുപ്രീം കോടതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ്റെ കാര്യത്തിലാകട്ടെ, ഈ ഗവർണർമാരുടെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അധികാരമാകട്ടെ, ഇതിനെതിരായിട്ടുള്ള വിധികളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ രാഷ്ട്രപതിക്കും രാഷ്ട്രപതിയുടെ പ്രതിനിധികളായിട്ടുള്ള ഗവർണർമാർക്ക് പോലും ഈ അധികാരം പരിമിതമാണെന്ന് പറഞ്ഞ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് പ്രധാനമന്ത്രിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ നീതിപൂർവകമായിട്ട് അല്ലെങ്കിൽ രാജ്യരക്ഷയുമായിട്ട്, രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടി സ്വീകരിക്കുക? ഈ ഇന്ത്യ വിരുദ്ധമായിട്ട് ഈ പഹൽഗാം സംഭവത്തിനെ തുടർന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടപ്പാക്കി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടികളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഈ കോടതികൾ അതിനെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഏത് രീതിയിൽ
ഒരു നിലപാടെടുക്കും? അദ്ദേഹം നിസ്സഹായനാണ്, പ്രധാനമന്ത്രി നിസ്സഹായനാണ്. എല്ലാം അതിനെതിരായിട്ട് ആരെയും ഒരു ദേശവിരുദ്ധൻ കോടതിയിൽ പോയാൽ, ഈ മീഡിയ വണ്ണിൻ്റെ കേസ് പറഞ്ഞതിൻ്റെ കൂട്ട് ഏതെങ്കിലും ഒരു ദേശവിരുദ്ധൻ കോടതിയിൽ പോയാൽ അവർക്ക് അനുകൂലമായിട്ട് കോടതിയിൽ നിന്നൊരു വിധി വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഏത് രീതിയിൽ അതിനെ മറികടക്കാൻ ശ്രമിക്കും, മറികടക്കാൻ കഴിയും. ഇതിനൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി രാഷ്ട്രപതി ഒരു റെഫറൻസ് കോടതിക്ക് വിട്ടു, സുപ്രീം കോടതിക്ക് 14 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. അതിനെതിരെ തന്നെ വ്യാപകമായ പ്രചരണം നടക്കുകയാണ് പ്രതിപക്ഷങ്ങളുടെ നേതൃത്വത്തിൽ. രാഷ്ട്രപതിയെ ഒക്കെ വളരെ മോശമായിട്ട്, കേന്ദ്ര സർക്കാരിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ പ്രചരണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിന് അയാളൊരു യോഗവും വിളിച്ചു കൂട്ടി. നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് ഒരു കത്ത് അയച്ചിട്ടുണ്ട് ഇതിനെതിരായിട്ട്. നമ്മുടെ രാഷ്ട്രപതിക്കാകട്ടെ ഗവർണർമാർക്കായിട്ട് ഒരധികാരവുമില്ല, സുപ്രീം കോടതിക്കാണ് അധികാരം എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത്. കോടതിയും അങ്ങനെയാണ് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ നിൽക്കുന്നത്. അപ്പോൾ ശ്രീ ജിതിൻ കെ ജേക്കബ് ചോദിച്ച ചോദ്യങ്ങളെല്ലാം പ്രസക്തമാണെങ്കിലും ഇതിനകത്തിലെ ഒരു കാര്യവും നടപ്പാക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതി അനുവദിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ പറയും ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ, ഈ ജനപ്രതിനിധികളും അല്ലെ ഉദ്യോഗസ്ഥരും എല്ലാം നമ്മുടെ നികുതി പണം കൈപ്പറ്റി പ്രതിഫലമായി സ്വീകരിച്ച് ജീവിക്കുന്ന എല്ലാവരും നമ്മുടെ ദാസന്മാരാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നികുതി പണം മേടിച്ച് ശമ്പളമായി മേടിച്ചിരിക്കുന്ന ജഡ്ജിമാർക്ക് അത് ബാധകമല്ല. അവർ സാധാരണ ജനങ്ങളുടെ മുകളിൽ അവരുടെയും രാജാവിൻ്റെയും രാജാധിരാജൻ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ നീതിന്യായ വ്യവസ്ഥയുടെ പോക്ക്. അപ്പോൾ തീർച്ചയായും നമ്മൾ നിസ്സഹായരാണ്. ഇതിനെല്ലാം ഈ രാഷ്ട്രവിരുദ്ധതയ്ക്കെതിരായിട്ടും എല്ലാം കോടതി തീരുമാനിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തെ ആ സാഹചര്യം നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ വേണമെന്നുണ്ട് നമ്മളെ പിടിച്ച് സുപ്രീം കോടതി പിടിച്ച് അകത്തിടും. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കോടതിയെ അപമാനിച്ചു, അല്ലെ കോടതി അലക്ഷ്യം എന്നൊക്കെയുള്ള കേസുകൾ എടുത്ത് നമ്മളെ പിടിച്ച് അകത്തിടും. വേണമെന്നുണ്ടെങ്കിൽ അവർ വേണേൽ തൂക്കിക്കൊല്ലും. അതിനും വ്യവസ്ഥകളുണ്ട്. അവരെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇതിനൊരു അറുതി വരണം എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഈ ജനാധിപത്യം എന്തെന്നുള്ളതിനെക്കുറിച്ച് ബോധവാന്മാരാകുക. പാർലമെൻറ്റാണ് ഇവിടെ ഏറ്റവും അത്യുന്നതം എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തുക. കാരണം കോടതി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ അതിലുപരി നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് കോടതിക്കല്ല, പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റ് എന്ന് പറഞ്ഞത് ഈ രാജ്യത്തെ ജനങ്ങൾ, നികുതിദായകർ തിരഞ്ഞെടുക്കുന്ന ഒരു സമിതിയാണ് പാർലമെൻറ്റ്. അതിനു മേളിൽ എങ്ങനെയാണ് കോടതികൾക്ക് അധികാരം വരുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ നിയമനിർമ്മാണത്തിന് അധികാരമുള്ള എംപിമാർക്ക് മുകളിൽ എങ്ങനെയാണ് കോടതിക്ക് അധികാരം വരിക? സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭരണഘടനയിലുള്ള ഈ 142 എന്നുള്ള ആ വകുപ്പ് എടുത്തു കളയുക തന്നെയാണ് വേണ്ടത്. അന്ന് ഈ ഭരണഘടന അത് തയ്യാറാക്കിയവർ നമ്മുടെ ഒരു സാധാരണ പൗരൻ്റെ അടിയന്തര ഘട്ടങ്ങളിലുണ്ടാകേണ്ട ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ 142 എന്നുള്ള വകുപ്പ് എഴുതി ചേർത്തത്. എങ്കിലും ഇതെടുത്തു വെച്ചാണ് കോടതികൾ ദുരുപയോഗം ചെയ്ത് ഈ പാർലമെൻറ്റിൻ്റെ അധികാരത്തിന് മുകളിൽ തങ്ങളുടെ അധികാരം സ്ഥാപിച്ചെടുക്കുന്നത്. അത് നമ്മൾ അനുവദിക്കാനേ പാടില്ല. ഈ ജനങ്ങളിലെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ജനങ്ങളെ ഈ ഒരു 142 എന്ന വകുപ്പ്
കോടതികൾ, സുപ്രീം കോടതി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തി അതിനെതിരെ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സന്നദ്ധ സംഘടനകൾ ശ്രമിച്ചു എങ്കിൽ മാത്രമേ ഈ ഒരു നമ്മുടെ ജനാധിപത്യത്തിനെ അതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ സുപ്രീം കോടതിയുടെ നടപടികളെ നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കുകയുള്ളൂ. ഈ ജനാധിപത്യം അല്ലെ പാർലമെൻറ്റിൻ്റെ അധികാരം, പാർലമെൻറ്റിൻ്റെ പാവനത, ഇതൊക്കെ നമുക്ക് നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഓരോ ഭാരതീയനും ഈ നീതിയിലും ന്യായത്തിലും വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ ഭാരതീയനും അതിനെക്കുറിച്ച് ബോധവാനാകണം എന്ന് മാത്രമാണ് എനിക്ക് ഉള്ള അഭിപ്രായം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.